മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിലെ ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ട റിഫ എന്ന പെൺകുട്ടിക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ചേരിയിലെ സർവ്വ രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട്, അതിൽ ജാതിയോ മതമോ വർഗമോ വ്യത്യാസമില്ലാതെ സർവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇന്ന് മഞ്ചേരിയിലെ തുറക്കലിന് സമീപമുള്ള മലബാർ ഹോസ്പിറ്റലിലേക്ക് വലിയ ഒരു സജീവ സമരജാഥ തന്നെ നടത്തുകയുണ്ടായി. ചെറിയ എന്തോ ഒരു രോഗസാധ്യത മനസ്സിലാക്കിക്കൊണ്ട് റിവ ഹോസ്പിറ്റലിലേക്ക് സമീപിക്കുകയും ഉമ്മയോടുകൂടെ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുകയും അതും കൃത്യമായി വ്യക്തമായിട്ട് ഒറ്റയ്ക്ക് തന്നെ നടന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്ന് കാഷ്വാലിറ്റിയിൽ കാണിക്കുകയും തുടർന്നുള്ള ചികിത്സകളിൽ റിഫക്ക് ദേഹാസ്വസ്ഥത തോന്നുകയുമാണ് പിന്നീട് മറ്റ് പ്രശ്നങ്ങളിലേക്ക് ഗുരുതരമായി കടക്കേണ്ടി വന്നത് എന്നുമാണ് ഈ സമരജാഥയെ മുൻനിർത്തിയ നേതാക്കൾ പറയുന്നത്. ചെറിയ ഒരു കാര്യം പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നാൽ പോലും ഏകദേശം 6500-7000 രൂപയുടെ അടുത്ത് വരെ ചികിത്സയ്ക്ക് ഫീസ് വാങ്ങുന്ന രീതിയാണ് മലബാറിലുള്ളത് എന്നും ആരോപിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആരോപണം ഉന്നയിപ്പിക്കുന്ന സമയത്തും മലബാർ ഹോസ്പിറ്റലിൻ്റെ നേതൃത്വം ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് തന്നെ ഒരു വിശദീകരണ കുറിപ്പ് റിഫയുടെ മരണത്തിൻ്റെ കാരണവുമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വിശദീകരണ കുറിപ്പ് തയ്യാറാക്കി ഒരു ഫ്ലെക്സ് ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുമുണ്ട്. കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും മുതിർന്നവരും പ്രായാധിക്യമുള്ള ആളുകൾ അടക്കമുള്ളവർ ഈ ഒരു സമരജാഥയിൽ പങ്കെടുക്കുകയുണ്ടായി. നമ്മുടെ മഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ വൈസ് ചെയർമാൻ അടക്കമുള്ള ആളുകൾ, മറ്റ് വാർഡ് കൗൺസിലർമാർ, അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ സാമൂഹിക സംഘടനാ നേതാക്കന്മാർ എല്ലാവരും ഈ സമരജാഥയിൽ ഒരുപോലെ ഒരു മനസ്സോടുകൂടി ഈ റിഫയുടെ നീതിക്ക് വേണ്ടി അവിടെ ശബ്ദമുയർത്തുകയുണ്ടായി. റിഫയുടെ നീതിക്ക് വേണ്ടി ഇന്ന് മഞ്ചേരി തുറക്കലിൽ നിന്ന് ആരംഭിച്ച ഈ സമരജാഥ മലബാർ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ഒത്തുചേരുകയും അവിടെ രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാർ റിഫയുടെ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തി സംസാരിക്കുകയും ചെയ്തു. ദൃശ്യങ്ങളിലേക്ക്. വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ റിഫ മോള് യാതൊരു അസുഖവുമില്ലാതെ, ചെറിയ ഒരു അലർജി പ്രശ്നം, വേറൊരു അസുഖവും ഇല്ലാത്ത ആ കുട്ടിയാണ് അന്ന് ഇവിടെ ചികിത്സ തേടിയെത്തിയത്. മഞ്ചേരി നഗരസഭയുടെ കീഴിലുള്ള വെൽനസ് സെന്റർ തൊട്ടപ്പുറത്ത് വട്ടപ്പാറയിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജനറൽ ഹോസ്പിറ്റല്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ മഞ്ചേരിയിലുണ്ടെങ്കിലും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ചികിത്സാ സംവിധാനം എനിക്ക് കിട്ടുന്നില്ല ഒരു ആശയോട് കൂടിയാണ് ആ കുട്ടി നമ്മുടെ മലബാർ ഹോസ്പിറ്റലിലേക്ക് നടന്നു വന്നത്. കാരണം നമുക്കറിയാം, നമുക്കൊക്കെ അലർജി ഉണ്ടാവാറുണ്ട്. നമ്മൾക്ക് അതിനെന്തെങ്കിലും ചെറിയ അവില് പോലുള്ള എന്തെങ്കിലും അലർജി ഗുളിക കുടിച്ചിട്ടാണ് അത് മാറാറുമുണ്ട്. പക്ഷേ ഈ കുട്ടി മലബാർ ഹോസ്പിറ്റലിലേക്ക് വന്നത് കുട്ടിക്ക് കൂടുതൽ ചികിത്സ, പെട്ടെന്ന് ഇതിന് മാറ്റം കിട്ടണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ആ കുട്ടി വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ പണം എത്ര കൊടുത്താലും നമ്മളെ രോഗം മാറുന്നുള്ള പ്രതീക്ഷയോട് കൂടി വരുന്ന ഇതുപോലുള്ള സ്ഥാപനങ്ങൾ പണം മാത്രം സമ്പാദ്യമാക്കിക്കൊണ്ട് വരുന്ന രോഗിയെ കഷ്ടപ്പെടുന്ന രീതിയാണ് ഇപ്പൊ നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഇവിടെ ഈ റിഫമോള് മാത്രമല്ല, ഇതിനു മുമ്പും എന്റെ അനുഭവം വെച്ച് 2 പെൺകുട്ടികൾ പ്രസവിച്ച് മരിച്ച സംഭവം എനിക്കറിയാവുന്നതാണ്. ആ കുട്ടികളുടെ ആ കുഞ്ഞു പൈതങ്ങൾ ഇപ്പൊ ഒരു കുട്ടിക്ക് 1 വയസ്സായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം 2-3 സംഭവം എന്റെ അറിവിൽ തന്നെ ഇവിടെ നടന്നു കഴിഞ്ഞു. അറിയാത്തത് പല നാട്ടിലുള്ള ആളുകൾ ഇപ്പൊ ഈ സംഭവം കഴിഞ്ഞപ്പോൾ നമ്മളടുത്ത് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ മരണം നമ്മൾക്ക് ഉണ്ടാവും, അത് ഉറപ്പാണ്. എപ്പോഴാണെങ്കിലും നമ്മൾ മരിക്കും. അത് നമ്മൾ ജനിച്ചപ്പോ തന്നെ നമുക്ക് ഉറപ്പാണ് നമ്മൾ മരിക്കുന്നില്ലത്. പക്ഷെ കഷ്ടപ്പെട്ട് മരിപ്പിച്ചു എന്നുള്ള ഒരു സമ്പ്രദായമാണ് ഇപ്പൊ മലബാർ ഹോസ്പിറ്റൽ ഇവിടെ ചെയ്തത്. സ്വന്തം ഒപിയിൽ വന്ന് OP ടിക്കറ്റ് എടുത്ത് കുട്ടി ഒരു 2-3 മണിക്കൂർ കൊണ്ട് ബോധം പോവുകയും അതുപോലെ തന്നെ ശ്വാസതടസ്സം ഉണ്ടാവുകയും ചെയ്തു. ഞാൻ വെള്ളിയാഴ്ച വ്യാഴാഴ്ച രാത്രി കുട്ടിനെ മിംസിൽ കൊണ്ടുപോയപ്പോൾ വെള്ളിയാഴ്ച ഉച്ചക്ക് 2 മണിക്ക് ഞാൻ മിംസ് ഹോസ്പിറ്റലിലെത്തി. ഞാൻ ചെന്ന് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോ കാണാൻ പറ്റൂല, അവിടെ ഡോക്ടർമാരുടെ സംഘം ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നീട് ഞാൻ ഇതിന്റെ വലിയ ഡോക്ടർ ലുക്മാൻ ഹക്കീം എന്ന ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്കും ഈ കുടുംബങ്ങൾക്കും നിങ്ങൾ കാണിച്ചു കൊടുക്കണം, അല്ലാതെ ആ കുട്ടി അവരൊന്ന് വെന്റിലേറ്റർ എടുത്തു കഴിഞ്ഞാൽ കുട്ടി മരിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് ഈ കുട്ടികൾക്ക് രക്ഷിതാക്കൾക്കും ഞങ്ങൾക്കൊക്കെ കാണിച്ചു തന്നെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ കാണിച്ചു തരാൻ ഇടയിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എന്താണിത് സംഭവം, ഒരു അലർജിക്ക് ഇത്രത്തോളം ആവാൻ എന്താണ് കാരണം എന്ന് പറഞ്ഞപ്പോ ആ ഡോക്ടർ ഇപ്പൊ വരെ കണ്ടുപിടിച്ച ഡോക്ടർ അവിടെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ സംഭവിച്ചു ഞങ്ങൾക്ക് തന്നെ അറിയില്ല എന്നാണ്.
അപ്പൊ അത്രയും ക്രൂരമായ രീതിയിൽ ഇവിടെ ആ ഇഞ്ചക്ഷനിൽ പറ്റിയതാണെന്ന് നമ്മൾക്കൊക്കെ അറിയാൻ സാധിക്കാം. കാരണം എന്താ വെച്ചാല് അത്രയും പിന്നെ കഴിവുള്ള ഒരു ഡോക്ടർ സംഘത്തിന് തന്നെ ഇത് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ കഴിയൂല എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ആലോചിക്കാവുന്നതുള്ളൂ. അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോൾ നമ്മൾ ആസ്പത്രിയിൽ എത്തുന്നത് മരിക്കാനല്ല, നമ്മൾ ചികിത്സക്ക് വന്ന് നമുക്ക് രക്ഷപ്പെടാനാണ്. പക്ഷെ മരിക്കാൻ നമുക്ക് എന്താണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും പറഞ്ഞ് നമ്മൾ മരിക്കും. മരിക്കുന്നത് വരെ സ്വസ്ഥമായ ഒരു ആശ്വാസ രീതിയിൽ എന്താണ് ഇതിനുള്ള കാരണം എന്ന് കൂടി കണ്ടെത്തി നമുക്ക് പറഞ്ഞു തരാനുള്ള ഒരു ഇതും കൂടി അവർ ചെയ്തില്ല. എന്താണെങ്കിലും ഈ സമരം ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. യൂണിറ്റി കോളേജിലെ പെൺകുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇന്നെ സമരം ചെയ്യണമെന്ന് ആ കുട്ടി ഹോസ്പിറ്റലിൽ കടന്ന് അന്ന് പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ ഇപ്പൊ അതിനൊരു ഇതിലേക്ക് പോവണ്ട, നമുക്കതിന് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാന്ന്. എന്താണെങ്കിലും ഈ ഹോസ്പിറ്റലുമായി ഇനി ആരും സഹകരിച്ച് മുന്നോട്ട് പോകരുത്. നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും ചെയ്തു കൊടുക്കില്ല എന്നും കൂടി അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആളെ